ഇന്നായിരുന്നു സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ അബാക്കസിൻ്റെ. അതിനായിട്ട് നമ്മൾ 8 മണിക്കേ വീട്ടിൽ നിന്ന് വിട്ടിന് ഒരു 9:30യോടുകൂടി നമ്മൾ അവിടെ എത്തി. അവിടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് കുറച്ച് സ്റ്റേഡിയം കോംപ്ലക്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നാൽ പിന്നെ നവനീത് ഓഡിറ്റോറിയം ഉണ്ടാവും, അവിടെയാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എക്സാമിൻ്റെ അടുത്തേക്ക് കുട്ടികളെ കൊണ്ടാക്കി. അപ്പോൾ അവരവിടെ നിന്ന് എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അവിടെ പോകാൻ പറ്റൂല. കുട്ടികൾ ടീച്ചേഴ്സിൻ്റെ കൂടെ പോയി അവിടെ നിന്ന് എക്സാമൊക്കെ എഴുതി പിന്നെ ഓഡിറ്റോറിയത്തിലേക്ക് വരികയ്യാം. അങ്ങനെ ആ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമല്ല, ഈ എക്സാം നടക്കുമ്പം തന്നെ നമുക്ക് പാരൻസിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സും അവിടെ ഉണ്ടായിരുന്നു. സൂപ്പർ ക്ലാസ് ആയിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. മുഴുവനായിട്ട് ആക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം ആ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു, അത് കേട്ടിരുന്നു. അപ്പം കൂട്ടത്തിൽ ഫോണിൻ്റെ ഉപയോഗിക്കാതിരിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് മോശമല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫോൺ അവിടെ വെച്ച് ക്ലാസ്സിൽ കുറച്ച് നേരം കേട്ടു. അങ്ങനെ കടന്നപ്പള്ളി സാറായിരുന്നു ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. അതായത് ഒരു 3 മണിയോട് കൂടിയായിരുന്നു ഉദ്ഘാടനം വെച്ചത്. അതായത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കൂടി നടക്കുന്നതുകൊണ്ട് 3 മണിക്ക് ശേഷമാണ് പിന്നെ സാറൊക്കെ വന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തിരിച്ചു പോയത്. അങ്ങനെ പിന്നെ ഇതാ സാറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. നോക്കണം, അത് ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ അത് ആവശ്യമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ്. കൂടെ രക്ഷിതാവ് ഇരിക്കണം. നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ മക്കൾക്ക് പെട്ടെന്ന് മരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ മക്കൾ പെട്ടെന്ന് മെമ്മറി ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാൻ ഇന്നിപ്പോ രാവിലെ ട്രെയിനിൽ വരുമ്പോ പയ്യന്നൂർ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോ ഒരാളെ കയ്യില് ഞാൻ ചേരാൻ പോകുന്നത് ഐസലാമയിലേക്ക്. കണ്ണിന്റെ പ്രശ്നമാണ്. എന്നോട് പറഞ്ഞു, സാർ ഒന്ന് ഐസലാമയിലേക്ക് വരണം. ഞാൻ ചെന്ന് ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സ്ഥലത്തുള്ള ക്യൂ ഒന്ന് എന്ത് ചെയ്യണം, കാണണം സാറ്. എവിടെയെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ സാറിനത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സാറ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നലെ കണ്ടു, ഇന്നലെ പോയിട്ട് ഇന്ന് വീണ്ടും ഞാൻ ടെസ്റ്റിന് പോവുകയാണ്. ഇതെല്ലാം വന്നതൊക്കെ സാരേതോ ഐസിയുലേക്ക് എത്തിക്കണം. ഐസിയു കേട്ടിട്ടുണ്ടോ? ഐസിയു അതാണോ ലെവൽസ് പറയുന്ന ഐസിയു ആണോ? അല്ലെ, ലെവൽസ് അങ്ങനെ ഐസിയു അല്ലെ? ആണോ? അല്ല. പിന്നെ ഏതാ ഐസിയു നമ്മൾ കണ്ടിട്ടുള്ളത്? ഹോസ്പിറ്റൽ ഐസിയു കണ്ടിട്ടുണ്ടോ? എന്തിനാ ഐസിയുയിൽ കൊണ്ടാക്കുന്നത്? പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എന്തിനാ ഐസിയുയിൽ കൊണ്ടാക്കുന്നത്? മക്കൾക്ക് പഠനം ഐസിയുയിലേക്ക് എത്തിക്കാൻ പറ്റുമോ? അല്ലെ, ഞാൻ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ ഐസിയുയിലേക്ക് പഠനത്തിന് എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് വെറുതെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. വളരെ കുറച്ച് ക്ലാസ് മാത്രമേ ഞാൻ അതിൽ ആക്കിയിട്ടുള്ളൂ. നിങ്ങളിത് തെച്ച് കേട്ടിനോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നല്ല ക്ലാസ് ആയിരുന്നു കേട്ടാ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ കൾച്ചർ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, മോണാക്ട്, മിമിക്രി, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം പിന്നെ ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെ ടീച്ചേഴ്സിൻ്റെ ഡാൻസും കൂടി ഉണ്ടായിരുന്നു കേട്ടാ. അപ്പം എല്ലാം കൂടി ഒരു കളറായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. നല്ല രസമുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഇതാ കുറേ നേരം കുട്ടികളെ പരിപാടി കുറേ നേരം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് പരിപാടി കാണാനുള്ളൊരിത് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ആ പരിപാടി കാണാൻ വേണ്ടി കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് ഇനി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇതാ ഓരോരോ ആൾക്കും അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ആസ്വദിച്ച് ഭക്ഷണവും കഴിച്ച് അങ്ങനെ ഇറങ്ങി കേട്ടാ. അങ്ങനെ